ഇപ്പോൾ 45% വോട്ടുകൾ BJP പാളയത്തിലേക്ക് പോകുന്ന സാഹചര്യവും അവശേഷിക്കുന്ന 55% വോട്ടുകൾ കോൺഗ്രസിനും CPM-നുമായി തിരിയുന്ന സാഹചര്യവുമാണ് നിലവിലുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കി വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസിന്റെ ഭാഗത്ത് കിട്ടാതെ പോകുന്ന വോട്ടുകൾ, നായർ സമുദായത്തിന്റെ വോട്ടുകൾ കൂടി BJP-യിലേക്ക് പോയാൽ ഇവിടെ മലബാർ മേഖലയിലെ സീറ്റുകൾ മുസ്ലിം ലീഗ് ജയിച്ചു വരുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെയുള്ള UDF-ഉം ജയിച്ചു വരുന്ന സാഹചര്യവും മലബാറിന് തെക്കോട്ടുള്ള ജില്ലകളിൽ ആ സീറ്റുകൾ അത് വേറെയുള്ള രീതിയിൽ, അതായത് ഇന്നലെ വരെയുള്ള രാഷ്ട്രീയ സർക്കാസങ്ങൾക്കും അപ്പുറത്തേക്ക് ഉള്ള പുതിയ തീരുമാനങ്ങളിലേക്ക് പോകുമെന്നുള്ള LDF-ന്റെ കണക്കുകൂട്ടലുകളും അവരുടെ കണ്ടെത്തലുകളുമാണ് അവർ നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS-ന്റെ വോട്ട് ബാങ്കിനെ CPM-മായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്നും BJP-യിലേക്ക് ഒഴുകുന്ന വോട്ടുകൾക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഈഴവ സമുദായത്തിന്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പമുണ്ടെങ്കിലും ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ 60% ഇന്ന് BJP-യുടെ പാളയത്തിലേക്ക് നേരിട്ടും BDJS മുഖാന്തരവും എത്തിയ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് പാർലമെന്റ് മണ്ഡലവും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ അസംബ്ലിയിൽ വന്ന ലീഡും, അത് കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ BJP-യുടെ വോട്ട് വർധനവും അതിൽ പല മണ്ഡലങ്ങളിലും അവർക്കുണ്ടായ നേട്ടങ്ങളും അതെല്ലാം വ്യക്തമാക്കുന്നത് കോട്ടയത്തടക്കം ആ മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടായ വോട്ട്, ഒപ്പം തന്നെ ഈഴവ സമുദായത്തിന് ഏറ്റവും സ്വാധീനമുള്ള തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട നാട്ടിക, അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള മണ്ഡലങ്ങൾ, തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പല മണ്ഡലങ്ങളിലും അവിടെയെല്ലാം അത്തരത്തിൽ ഒരു നേട്ടം ആ സാമുദായികമായിട്ട് 60% വോട്ടുകൾ അവർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ 60% വോട്ടുകൾ ഈഴവ വോട്ടുകൾ BJP-ക്കും 30% വോട്ടുകൾ CPM-നും 10% വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിനും കിട്ടുന്നത് എന്നുള്ളൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അപ്പൊ 25% ജനസംഖ്യയിൽ 25% ഈഴവ സമുദായത്തിന്റെ 60% വോട്ടുകൾ BJP-ക്ക് പോകുമ്പോൾ ഇവിടെ CPM-ന് കിട്ടുന്നത് അതിന്റെ 30% വോട്ടുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ എത്ര ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം വരുന്നുണ്ട്. ആ വോട്ട് കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ ദക്ഷിണ മലബാറിന് തെക്കോട്ടുള്ള മണ്ഡലങ്ങളിലും അതുപോലെ തിരുവനന്തപുരം, കൊല്ലമടക്കമുള്ള ജില്ലകളിലും, അതായത് തിരുവനന്തപുരം ജില്ല മുതൽ തൃശ്ശൂരിലെ പാലക്കാട് ബോർഡർ വരെയുള്ള പ്രദേശങ്ങളിലാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് വോട്ട് ബാങ്ക് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനം നിലവിലുള്ളത്. അത്തരം പ്രദേശങ്ങളിൽ CPM-ന് വോട്ടെടുക്കേണ്ടി വരുന്നത് ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ നായർ വോട്ടുകൾ കോമ്പൻസേറ്റ് ചെയ്ത് വരേണ്ട ഒരു സാഹചര്യം അത് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയെയും നായന്മാരെയും കൂടെ നിർത്തേണ്ടത് ആവശ്യമാണെന്ന് ഉള്ള ഉത്തമ ബോധ്യം അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് NSS-ന്റെ ജനറൽ സെക്രട്ടറിയെ അവർ പോയി കണ്ട് ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിലും ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വരികൾക്കിടയിലും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇതൊന്നും ഇത്രയും നേരം പറഞ്ഞതൊന്നും ജാതിയല്ല. കാരണം ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല, കേരളത്തിൽ പണ്ടേയില്ല. കാരണം ഇതെല്ലാം ഓരോ ഗോത്രങ്ങളാണ്. കേരളത്തിലെ ജാതി 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 എന്ന് പറയുന്നു, ഇന്ത്യയിൽ ജാതി ജാതി എന്ന് പറയുന്നത് ജാതികളൊന്നുമല്ല. ഇതെല്ലാം ഓരോ ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. കാരണം ഈ പറഞ്ഞ ഓരോ ഗോത്രത്തിനും ഓരോ ആചാര രീതികളും, ഓരോ വിവാഹ രീതികളും, ഓരോ സംബന്ധ രീതികളും, ഓരോ അനുഷ്ഠാനങ്ങളും, ഓരോ ആചാരങ്ങളും, ഓരോ ഈശ്വരവിശ്വാസവും, ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ദൈവങ്ങളെയും ആണ് അവർ ആരാധിക്കുന്നത്. മഹാവിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിനെ ആരാധിക്കുന്ന ആളുകൾ മറ്റു സമുദായങ്ങളിൽ കുറവാണ്. പരമശിവനെ ആരാധിക്കുന്ന ആളുകൾ ഇതിനകത്ത് എല്ലാ സമുദായത്തിലും ശരാശരി കാണാമെങ്കിലും മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ആളുകൾ, ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർ
അതെല്ലാം വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭദ്രകാളിയുടെ രൂപത്തിൽ തന്നെ ചാമുണ്ഡി ആരാധിക്കുന്നവർ ഒരു സമുദായം, അത് കഴിഞ്ഞ് ഭദ്രകാളി ആരാധിക്കുന്നവർ മറ്റൊരു സമുദായം, ദുർഗയെ ആരാധിക്കുന്നവർ ഒരു സമുദായം. അങ്ങനെ ഈ സമുദായങ്ങളെല്ലാം ഓരോ ഗോത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗോത്രങ്ങളുടെ പേര് പറയുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ ജാതി എന്നുള്ളൊരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി താഴ്ത്തിക്കെട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഇന്ത്യയിലുള്ളതെല്ലാം ഓരോ ഗോത്രങ്ങളാണ്. ആ ഗോത്രങ്ങളുടെ പേരുകൾ നായർ ഗോത്രം, ഈഴവ ഗോത്രം, മറ്റ് വിശ്വകർമ്മ ഗോത്രം, അങ്ങനെ ഓരോ ഗോത്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വോട്ട് കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NSSന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ആളുകൾക്ക് ജയിച്ചു വരാൻ കഴിയൂ. ഭൂരിപക്ഷം പഞ്ചായത്തുകൾ നേടണമെന്നുണ്ടെങ്കിലും നായർ വോട്ടുകൾ നിർണായകമാണ്. അത്തരം വോട്ടുകളെ ഒപ്പം ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ CPMന് പല സ്ഥലങ്ങളിലും നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ നിലനിർത്തുന്നതിനും ജില്ലാ പഞ്ചായത്തുകൾ നിലനിർത്തുന്നതിനും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കം നിലനിർത്തുന്നതിനും കഴിയൂ. കാരണം പല സ്ഥലങ്ങളിലും CPMും BJPയും തമ്മിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരം. നമ്മൾ കാണാതെ പോകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടൊരു കാര്യം അതാണ്. നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെല്ലാം കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും തങ്ങളിൽ ആണ് ശത്രുക്കൾ അല്ലെങ്കിൽ എതിർകക്ഷികളെന്ന് പറഞ്ഞ് വെറുതെ വാർത്ത വായിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഇന്ന് ബഹുഭൂരിഭാഗം പഞ്ചായത്തുകൾ, അത്തരം പഞ്ചായത്തുകളിലെല്ലാം CPMും BJPയും തങ്ങളിലാണ് മത്സരം. അവിടെ കോൺഗ്രസ് ഒരു കാഴ്ചക്കാരനായി കളത്തിന് പുറത്തു നിന്ന് ഗ്യാലറിയിൽ നിന്ന് കൈയടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളാണ് കൂടുതലും. അത്തരം പ്രദേശങ്ങളിൽ BJP നേരത്തെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞതുപോലുള്ള വോട്ടിംഗ് ശതമാനം ഈ ഗോത്ര സമുദായങ്ങളിൽ നിന്നും എടുക്കാൻ തീരുമാനിച്ചു പോയാൽ, അത്തരം വോട്ട് സിദ്ധാന്തങ്ങൾ അവർക്ക് എത്തിപ്പറ്റിയാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന പല പഞ്ചായത്ത് ഭരണസമിതികളും അവർക്ക് നഷ്ടമാകും. അത്തരത്തിൽ നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന തിരിച്ചടി അവർക്ക് നിയമസഭയിലെ സീറ്റുകൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, സാമ്പത്തികമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അവർ കഴിഞ്ഞ വർഷം നടപ്പാക്കിക്കൊണ്ടിരുന്ന പദ്ധതികൾ തുടർന്ന് നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും. അവരുടെ സംഘടനാ സംവിധാനം തകരും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നായർ സമുദായത്തെയും നായർ സർവീസ് സൊസൈറ്റിയെയും ഒപ്പം നിർത്തേണ്ട ഒരു ബാധ്യത അതുകൂടി CPMന് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ NSSന്റെ പങ്കാളിത്തത്തെയും NSSന്റെ പ്രവർത്തനങ്ങളെയും വളരെയധികം വിലമതിച്ച് കാണുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയും പ്രക്ഷോഭങ്ങൾ കൂടുതലായി വരും. നാളെ വിജയദശമി ദിനത്തിലുള്ള NSSന്റെ ആസ്ഥാനത്ത് നടക്കുന്ന പ്രസ്താവനകൾക്ക് ശേഷം അത് കൂടുതൽ വ്യാപിക്കാനാണ് സാധ്യത. കാരണം കോൺഗ്രസിന് കേന്ദ്രീകരിച്ച് കിട്ടിക്കൊണ്ടുന്ന വോട്ടുകൾ നഷ്ടമാകുന്നത് കൊണ്ട് കോൺഗ്രസിന് വിരോധമുണ്ടെങ്കിലും പരസ്യമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അനുകൂലമായി നിൽക്കുന്ന നായർ വോട്ടുകൾ, ആ വോട്ടുകൾ CPMലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായാൽ BJPയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താകും. കാരണം പല പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ പല നിയമസഭാ മന്ദിരങ്ങളിലും അവർക്ക് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നായർ വോട്ടുകൾ നിർണായകമാണ്. അത്തരം വോട്ടുകളുടെ ബഹുഭൂരിഭാഗം അത് ഇപ്പോഴുള്ള കണക്കിൽ കൂടുതൽ CPMലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശ്രമങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെടും. കോൺഗ്രസ് ഇപ്പോഴും കാഴ്ചക്കാരായിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ, അത് മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും അവർക്ക് പൂർണ്ണമായും കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയായി കോൺഗ്രസ് മാറി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അതിലവർ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കിക്കാണുന്നത്. കാരണം അതുകൊണ്ടാണ് അവർ ഇഴവ് സമുദായത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ നായർ സമുദായത്തെയോ അതിനകത്തുള്ള പ്രശ്നങ്ങളെയോ അവരുടെ നിലപാടുകളെയോ ഒന്നും ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി കാണാത്തത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതേ വിഷയം തന്നെയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള പരിണതപ്രജ്ഞരായ പ്രഗത്ഭരായ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികളെ നിയന്ത്രിക്കാൻ കഴിവുള്ള അതിശക്തരായ നേതാക്കളോട് തുറന്നു പറഞ്ഞത്. കാരണം UDF അവർക്ക് ആവശ്യം ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണ്. ആ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ വളരെ ഊർജ്ജസ്വലരാണ്. ഇവിടുത്തെ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ആ മത വിഭാഗത്തിൽപ്പെട്ട സംഘടനകളുടെ അഭിപ്രായങ്ങളും ആവലാതികളും കേൾക്കാനോ അതിനുവേണ്ടി പരിഗണിക്കാനോ ചെവി കൊടുക്കാനോ ഈ ഇന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറല്ല എന്നുള്ളത് അവരുടെ വായിൽ നിന്നും വന്നത് വെറുതെ വന്ന വെറുമ്പാക്കല്ല, അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന ഒന്നാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.